അങ്ങനെ കിരീടമില്ലാത്ത രാജകുമാരൻ ഇന്ന് പടിയിറങ്ങുകയാണ്. എനിക്ക് ഈ ക്യാമറയുടെ മുന്നിൽ ഇരുന്നിട്ട് കണ്ണ് നിറയാതെ സംസാരിക്കാൻ പറ്റുന്നില്ല. ആ അമ്മയുടെ കണ്ണുനീർ കണ്ടാൽ മാത്രം മനസ്സിലാവും ആ മനുഷ്യൻ എത്രത്തോളം ഈ വേൾഡ് കപ്പ് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത്. ഈ ഒരു സാഹചര്യത്തിലും ഇങ്ങനെയൊക്കെ ക്രിസ്ത്യാനോ ട്രോൾ ചെയ്യുന്ന ഒരു മനുഷ്യനും ഒരു യഥാർത്ഥ ഫുട്ബോൾ ആരാധകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളൊക്കെ ഭാഗ്യം ചേർന്നവരാണ്. കാരണം ഇതേപോലുള്ള ഇതിഹാസ താരങ്ങളുടെയൊക്കെ മത്സരങ്ങൾ ലൈവായിട്ട് കാണാൻ തന്നെ പറ്റിയ ഭാഗ്യം അത് വളരെ വലിയ ഭാഗ്യമാണ്. അതെ, അമ്മയുടെ മോന് ആ വേൾഡ് കപ്പ് എന്നുള്ള സ്വപ്നം നിറവേറ്റാനായിട്ട് സാധിച്ചില്ല. ജീവിതത്തിലും ഫുട്ബോളിലും തനിക്ക് ചെയ്യാൻ പറ്റുന്നതിനപ്പുറം ചെയ്തു വെച്ചിട്ടാണ് ഈ മോന്റെ പടിയിറക്കം. നിങ്ങൾ ഈ കളിയാക്കുന്നത് ഫുട്ബോളിലെ കാലത്തെയും മികച്ചവനായ ക്രിസ്ത്യാനോയാണ്. പ്രായം പോലും കണക്കിലെടുക്കാണ്ട് രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഇറങ്ങി തിരിച്ച ആ മനുഷ്യൻ ഇന്ന് വേദനയോടെയാണ് കളം വിട്ടത്. ഇനിയുള്ള വേൾഡ് കപ്പിൽ ഇവരാരും ഇല്ല എന്നുള്ള ഓർത്തു നോക്കിയാൽ മാത്രം മതി ഇവരെയൊക്കെ റെസ്പെക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താനെ മനസ്സ് വന്നോളും. ഇനി ആ ഉയർന്ന ചാട്ടവും പന്തുമായിട്ടുള്ള ഓട്ടവും സൂ എന്ന വിളിയെല്ലാം വെറും ഓർമ്മകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നന്ദി ക്രിസ്ത്യാനോ. ഹൃദയങ്ങൾ കീറി മുറിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചാലും മായ്ക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ച് ഞങ്ങളുടെ റൊണാൾഡോ. ഓരോ ക്രിസ്ത്യാനോ ഫാൻസും ഇപ്പോഴും പറയും ദ ലെജൻഡ്, ദ ഗോഡ്, അവർ ക്രിസ്ത്യാനോ റൊണാൾഡോ. അങ്ങനെ കിരീടമില്ലാത്ത രാജകുമാരൻ ഇന്ന് പടിയിറങ്ങുകയാണ്. എനിക്ക് ഈ ക്യാമറയുടെ മുന്നിൽ ഇരുന്നിട്ട് കണ്ണ് നിറയാതെ സംസാരിക്കാൻ പറ്റുന്നില്ല. ആ അമ്മയുടെ കണ്ണുനീർ കണ്ടാൽ മാത്രം മനസ്സിലാവും ആ മനുഷ്യൻ എത്രത്തോളം ഈ വേൾഡ് കപ്പ് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത്. ഈ ഒരു സാഹചര്യത്തിലും ഇങ്ങനെയൊക്കെ ക്രിസ്ത്യാനോ ട്രോൾ ചെയ്യുന്ന ഒരു മനുഷ്യനും ഒരു യഥാർത്ഥ ഫുട്ബോൾ ആരാധകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളൊക്കെ ഭാഗ്യം ചേർന്നവരാണ്. കാരണം ഇതേപോലുള്ള ഇതിഹാസ താരങ്ങളുടെയൊക്കെ മത്സരങ്ങൾ ലൈവായിട്ട് കാണാൻ തന്നെ പറ്റിയ ഭാഗ്യം അത് വളരെ വലിയ ഭാഗ്യമാണ്. അതെ, അമ്മയുടെ മോന് ആ വേൾഡ് കപ്പ് എന്നുള്ള സ്വപ്നം നിറവേറ്റാനായിട്ട് സാധിച്ചില്ല. ജീവിതത്തിലും ഫുട്ബോളിലും തനിക്ക് ചെയ്യാൻ പറ്റുന്നതിനപ്പുറം ചെയ്തു വെച്ചിട്ടാണ് ഈ മോന്റെ പടിയിറക്കം. നിങ്ങൾ ഈ കളിയാക്കുന്നത് ഫുട്ബോളിലെ കാലത്തെയും മികച്ചവനായ ക്രിസ്ത്യാനോയാണ്. പ്രായം പോലും കണക്കിലെടുക്കാണ്ട് രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഇറങ്ങി തിരിച്ച ആ മനുഷ്യൻ ഇന്ന് വേദനയോടെയാണ് കളം വിട്ടത്. ഇനിയുള്ള വേൾഡ് കപ്പിൽ ഇവരാരും ഇല്ല എന്നുള്ള ഓർത്തു നോക്കിയാൽ മാത്രം മതി ഇവരെയൊക്കെ റെസ്പെക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താനെ മനസ്സ് വന്നോളും. ഇനി ആ ഉയർന്ന ചാട്ടവും പന്തുമായിട്ടുള്ള ഓട്ടവും സൂ എന്ന വിളിയെല്ലാം വെറും ഓർമ്മകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നന്ദി ക്രിസ്ത്യാനോ. ഹൃദയങ്ങൾ കീറി മുറിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചാലും മായ്ക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ച് ഞങ്ങളുടെ റൊണാൾഡോ. ഓരോ ക്രിസ്ത്യാനോ ഫാൻസും ഇപ്പോഴും പറയും ദ ലെജൻഡ്, ദ ഗോഡ്, അവർ ക്രിസ്ത്യാനോ റൊണാൾഡോ.